നമസ്കാരം, എല്ലാവർക്കും റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഫെബ്രുവരി മാസം സാധാരണ ഒരുപാട് പടങ്ങളുടെ റിലീസ് ഇല്ലാത്തതാണ്. ഇപ്പം അങ്ങനെ പടം റിലീസ് ചെയ്യുന്നതിന് ഇന്ന മാസം എന്നൊന്നും നോക്കാറില്ല. കാരണം ഫെബ്രുവരി മാസം എന്തുകൊണ്ടാണ് റിലീസാക്കാത്തതെന്ന് പറഞ്ഞാൽ പണ്ട് 1-2 സിനിമകളൊക്കെ ഉള്ളൂ മാക്സിമം റിലീസ് ചെയ്യുന്നത്. കാരണം മാർച്ചിൽ കുട്ടികളുടെ എല്ലാം പബ്ലിക് എക്സാം ആയതുകൊണ്ട് ഫാമിലീസ് ഒന്നും ഇറങ്ങത്തില്ല എന്നൊക്കെ കാരണം കൊണ്ട് പണ്ടൊക്കെ ഒരു സമയത്ത് വളരെ അപൂർവമായിട്ട് ഫെബ്രുവരിയിൽ ഒരു സിനിമ റിലീസാകത്തുള്ളൂ, അല്ലെങ്കിൽ ഫെബ്രുവരി കുറച്ച് സിനിമകളേ ഉള്ളൂ. പക്ഷേ ഇപ്പം റിലീസിൻ്റെ ചാകരയാണ് ഫെബ്രുവരി. ഇഷ്ടം പോലെ സിനിമകളാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു 7 സിനിമയുടെ അല്ലെങ്കിൽ 6-7 സിനിമ റിലീസാകുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ഏതൊക്കെ സിനിമകളാണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശം പറഞ്ഞാൽ ഏതൊക്കെ സിനിമകളാണെന്നും ഡേറ്റ് ചില പടങ്ങളുടെ കൺഫേം ആയിട്ടില്ല. നമുക്ക് ആ സിനിമകളിലേക്ക് പോവാം. ആദ്യം പ്രേമലു, നമ്മുടെ നസ്ലിനും നായകനായിട്ട് അഭിനയിക്കുന്ന പടം. ഒരു പിള്ളേരുടെ ഒരു റൊമാൻറ്റിക് സാധനമാണ്, ഒരു സിനിമയാണ്. സാധാരണ ഈ നസ്ലിൻ്റെ സ്ഥിരം പാറ്റേണിലുള്ള സൂപ്പർ ശരണ്യൊക്കെ പോലുള്ള പടം. എനിക്കൊന്ന് ഹൈദരാബാദിൽ ഒരു നല്ല ശതമാനം ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അതിനകത്ത് ഈ പറഞ്ഞ പോലെ തണ്ണീർമത്തൻ ദിനങ്ങളൊക്കെ പോലെ എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമ. ഓർ പ്രതീക്ഷയില്ല, നസ്ലിൻ മാത്യൂസിൻ്റെ ആ ഒരു ചേരുവകളൊക്കെ ചേരുന്ന പോലത്തെ ഒരു സിനിമ. അത് ഫെബ്രുവരി 9 റിലീസാണ്. അതുപോലെ തലവൻ, ബിജു മേനോനും ആസിഫ് അലിയും നായകന്മാരാകുന്ന സിനിമ ജിസ് ജോയുടെ പടമാണ്. ജിസ് ജോയുടെ ആദ്യത്തെ 3 സിനിമയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. നമ്മുടെ ബൈസൈക്കിൾ തീവ്സ് ഭയങ്കരമായിട്ട് ഓടിയിട്ടില്ലെങ്കിൽ പോലും നല്ല സിനിമയായിരുന്നു. സൺഡേ ഹോളിഡേ, പിന്നെ നമ്മുടെ ഒരു മൂന്നാമതൊരു പടം നമ്മുടെ ആസിഫ് അലി, പേര് തന്നെ കിട്ടുന്നില്ല, ആസിഫ് അലിയും നമ്മുടെ ഐശ്വര്യ ലക്ഷ്മിയോട് അഭിനയിച്ച വിജയ് സൂപ്പറും പൗർണമി കണ്ട് പറഞ്ഞിട്ട് പടം. കറക്റ്റായി ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തിയേക്കാം. ഈ സിനിമകളൊക്കെ ശേഷം കുറേ 1-2 സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഫ്ലോപ്പ് ആയതിനു ശേഷം ഇറങ്ങുന്ന ഒരു പടമാണ്. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം തലവൻ ബിജു മേനോനും ആസിഫ് അലി നായകന്മാരാണ്. പിന്നെ ഫെബ്രുവരി 15 വരുമ്പം വമ്പൻ സിനിമകളുണ്ട്. അവിടെ ഭ്രമയുഗം, ഭ്രമിപ്പിക്കാൻ നമുക്ക് ഇരുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. ഹൊറർ മൂടെന്നൊന്നും ഒരു സിനിമ ആ സിനിമയുടെ ടെക്നിക്കൽ ടീമുകളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു ഭയം ഉളവാക്കുന്നതാണ്. അതിൻ്റെ പോസ്റ്ററുകൾ അങ്ങനെയാണ്. മമ്മൂട്ടി, രാഹുൽ സദാശിവൻ, മമ്മൂട്ടിയാണ് അതിനകത്ത്. മമ്മൂട്ടിയുടെ സെലക്ഷൻ, ഇപ്പോഴത്തെ സെലക്ഷനെല്ലാം ഗംഭീരമായതുകൊണ്ട് അത് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ഓവർ പ്രതീക്ഷകൾ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു എക്സ്പെരിമെൻ്റൽ സിനിമയാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ സദാശിവൻ ഭൂതകാലത്തിന് ശേഷം ഡയറക്റ്റ് ചെയ്യുന്നൊരു സിനിമ. വൈനോട്ട് സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഗംഭീരമായ റിലീസ് ചെയ്യുന്ന തമിഴിലെ ഏറ്റവും പ്രശസ്തമായ നിർമ്മാതാക്കൾ. അവരുടെ കൂട്ടത്തിൽ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഈ ഇങ്ങനെയുള്ള ഹൊറർ, ഭയം, ഇങ്ങനെയുള്ള തീമുകൾ ഒരുക്കുന്ന അവരോടെല്ലാം ചേരുമ്പോൾ ഒരു ഗംഭീര സിനിമയായിട്ട് ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആകട്ടെ എന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ ഹൈപ്പിൽ പോകേണ്ട ആവശ്യതയില്ല. ഫെബ്രുവരി 15 തന്നെ മലയാളി ഫ്രം ഇന്ത്യ, നിവിൻ പോളിയുടെ നമുക്കറിയാം കുറേ നാളായിട്ട് കഷ്ടകാലം തന്നെയാണ്. എന്ത് ചെയ്താലും ശരിയാകുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. കുറേ വർഷങ്ങളായി നിവിൻ പോളി ഒന്ന് ഗിയറപ്പായിട്ട്. പക്ഷേ ഇതിൻ്റെ ട്രെയിലറൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ രൂപത്തിൽ ഒരു ഗ്ലിംസ് പോലെ വന്നായിരുന്നു. അത് പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. നിവിൻ പോളിയുടെ പണ്ടത്തെ ഒരു തമാശകളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു, ഒരു ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഈ സിനിമ വിജയിക്കാൻ നോക്കാം. മാജിക് ഫ്രെയിംസ് ആണ്, ലിസിൻ സ്റ്റീഫനാണ് ഇതിൻ്റെ നിർമ്മാതാവ്. മലയാളി ഫ്രം ഇന്ത്യ. അത് നിവിൻ പോളിയുടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പടമാണ്. അത് ഫെബ്രുവരി 15 ആണ് ഇപ്പം ചാർട്ട് ചെയ്തത്. മാറ്റമുണ്ടോയെന്ന് അറിയത്തില്ല. പിന്നെ ഫെബ്രുവരി 9 പുറോട്ടിച്ചിരി പോകണം. ഫെബ്രുവരി 9 നമ്മുടെ ടോവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തിൻ, ഒരു ത്രില്ലറാണ്. എൻ്റെ ട്രെയിലറിനകത്തൊക്കെ ഒരു ത്രില്ലർ ഭാഗത്ത് വരുന്നതാണ്. ഇദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് നമ്മുടെ ടോവിനോ. അതും എല്ലാ സിനിമകളും പോലും അതും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ തുണ്ട്, പടത്തിൻ്റെ വ്യത്യസ്തമായൊരു പേരുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വീണ്ടും ബിജു മേനോൻ അഭിനയിക്കുന്ന പടമാണ് തുണ്ടെന്ന് പറയുന്നത്. അത് ഫെബ്രുവരി 16 ആക്കിയിട്ടുണ്ട്. നേരത്തെ ഫെബ്രുവരി 15 എല്ലാ സിനിമയുടെ ക്ലാഷ് ആകണ്ടെന്ന് വിചാരിച്ചായിരിക്കും അത് ഫെബ്രുവരി 16 മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫെബ്രുവരി 16 മഞ്ഞുമൽ ബോയ്സ്, അവർ ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു യുവതാരനിരയൊക്കെ ഒരുപാട് വരുന്നതാണ്. ശ്രീനാഥ് ബാസി, സൗബിൻ സാഹിർ, ഇവരെല്ലാം വരികയും സുഷീൻ ശ്യാം ഒരു ഇൻ്റർവ്യൂവിൽ ഇത് നല്ല ഗംഭീര സിനിമയാകുമെന്ന് പറയുകയും ചെയ്തുകൊണ്ട് നമുക്ക് പലരും ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ഹൈപ്പ് കയറുകയും അവസാനം ആ നിലവാരം കിട്ടുകയും ചെയ്യാത്തപ്പോഴാണ് നമ്മൾ പല പടങ്ങളും പരാജയമായി പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പക്ഷേ മഞ്ഞുമൽ ബോയ്സ് ഈ പറഞ്ഞ പോലെ വലിയ ഹൈപ്പ് അവരൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ സുഷിൻ ശ്യാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നുണ്ട്. സുഷിൻ ശ്യാം ചെയ്തിരിക്കുന്ന പടങ്ങളെല്ലാം നല്ല ഹിറ്റ് അയക്കുന്നുണ്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് ഫെബ്രുവരി 16 പിന്നെ കറക്റ്റ് ഡേറ്റ് കൺഫേം അല്ല, ഫെബ്രുവരി 22, 23 എന്നൊക്കെ പറയുന്നുണ്ട്. തങ്കമണി, അതായത് ദിലീപിൻ്റെ, ഈ പറഞ്ഞ ദിലീപ് ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ദിലീപിൻ്റെ ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് ഒരുപാട് നാളായി. രാമലീലയ്ക്കൊക്കെ പകരം ശേഷം എനിക്ക് തോന്നുന്നൊരു നല്ല സിനിമ ദിലീപിൻ്റെതായിട്ടൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു സിനിമകളും വന്നിട്ടില്ല എന്നുള്ളതാണ്. ദിലീപിൻ്റെ ഒരു തിരിച്ചൊരു ആവശ്യമാണ്, നിവിൻ പോളിയുടെ തിരിച്ചൊരു ആവശ്യമാണ്, ഇങ്ങനെയുള്ളവരുടെയൊക്കെ തിരിച്ചു വരകൂടെ ആവശ്യമാകുന്ന സിനിമകളാണ്. നിവിൻ പോളി, ദിലീപ് മസ്റ്റായിട്ട് ഫെബ്രുവരിയിൽ ഈ ഏതെങ്കിലും സിനിമകൾ അവരുടെ ക്ലിക്കാകണം. എല്ലാ സിനിമകളും വിജയിക്കട്ടെ, എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് പറഞ്ഞാണ് അതിൻ്റെ അണിയറ പ്രവർത്തകരെല്ലാം കഷ്ടപ്പെടുന്നത്. സിനിമകൾ വിജയിക്കാൻ വേണ്ടിയാണ്. നല്ല സിനിമകളാണെങ്കിൽ വിജയിക്കും. ഇനി നമ്മൾ എത്ര തള്ളിയാലും മോശം സിനിമകൾ വിജയിക്കത്തില്ല. നല്ല സിനിമയാണെങ്കിൽ തള്ളേണ്ട ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വിജയിക്കും. കാരണം നിങ്ങൾ ഏത് പടങ്ങളൊക്കെയാണ് കാണാൻ താല്പര്യപ്പെടുന്നത്, നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് നോക്കി ബുക്ക് മൈ ഷോയിലൊക്കെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ സിനിമ കാണുന്ന രീതിയാണോ ഈ സിനിമകൾക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമകൾ ഇതിനകത്ത് ഏതാണ്? കാരണം നിങ്ങളുടെ കമൻസ് കൊടുക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.